എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും ചെടിനടിയിലൊക്കെ തുടങ്ങി കാണുമല്ലോ. നല്ല ഗ്രീനറീസൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഉത്സാഹിച്ച് ഗാർഡനിങ് ഒക്കെ തുടങ്ങണം. ഗ്രാസൊക്കെ നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. ചെടികളൊക്കെ നടാനൊക്കെയുള്ള സമയമായി വരുന്നു. എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ തുടങ്ങണം. ഞാനും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. സബ്ഡിവിഷൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഈ നല്ലപോലെ പൂത്ത് നിൽക്കുന്ന ഈ ചെടികൾ സബ്ഡിവിഷന് വളരെ ഭംഗി കൂട്ടുന്നുണ്ട്. ഇത് ഏർലി സ്പ്രിങ്ങിലാണ് ഇത് പൂക്കുന്നത്. ഫുഡിന് അലങ്കാരമായി നിൽക്കുന്ന ഫ്ലവറാണിത്. ഒരാഴ്ചയോളം നല്ല ഭംഗിയായിട്ട് നിൽക്കും. ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഈ ചെടികൾ നട്ടവരോട് വളരെ താങ്ക്സ് ഉണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ. ബ്യൂട്ടിഫുൾ സ്പ്രിംഗ്. ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് ടൈം. മരങ്ങളും ചെടികളുമെല്ലാം പൂത്തിലഞ്ഞു നിൽക്കുന്ന ഒരു സമയം. പൂത്തു നിൽക്കുന്നു. മരങ്ങളൊക്കെ തളിർത്തു വരുന്ന ഒരു ഇതാണ് ഡാൻഡലൈൻ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. പക്ഷെങ്കിൽ ഇതൊരു വീഡ്സിൻ്റെ കൂട്ടത്തിൽ ആണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. ഇതിനെ സ്പ്രേ ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലീഫ് നല്ല ഫ്രഷ് ലീഫ് സാലഡിന് ഉപയോഗിക്കും. അതുപോലെ പിക്കിളുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അഴച്ചു വളരുന്ന ഡേ ലില്ലി. എല്ലാവരും സ്പ്രിംഗ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഞങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ഏരിയ ഒക്കെ നല്ലതുപോലെ ക്ലീനാക്കി. റോസസ് ഹൈഡ്രേഞ്ചിയ ഒക്കെ പ്രൂൺ ചെയ്തു. ഇപ്പം അത് മുളച്ച് വരുന്നുണ്ട്. സ്പ്രിങ്ങിൽ തന്നെ റോസിനെ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് നല്ല വളമൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ അത് നല്ലതുപോലെ തളിർത്ത് വരുന്നുണ്ട്. നല്ലതുപോലെ തളിർത്ത് വരുന്നു. ബ്ലാക്ക് ഐഡ് സൂസനും നല്ലതുപോലെ തളിർത്ത് വരുന്നുണ്ട്. ക്ലൈംബിംഗ് റോസ്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഹൈഡ്രേഞ്ചിയാണ്. അത് പ്രൂൺ ചെയ്തു. ഇപ്പോൾ അത് നല്ലതുപോലെ ഈസിയും കിളിച്ച് വരുന്നുണ്ട്. അതിനിടയിൽ ബോൾസിൻ്റെ തൈകൾ ധാരാളം കിളിക്കുന്നുണ്ട്. അധികം നിർത്തത്തില്ല. കുറേയൊക്കെ അതിനെ കൊണ്ടു കളയണം. വർഗത്തിൽപ്പെട്ട വേറൊരു ഇനമാണ്. നല്ലതുപോലെ തളുത്ത് വരുന്നുണ്ട്. ഞാനതിന് ഗേറ്റൊക്കെ കുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് റാബിറ്റ്സ് വന്ന് തിന്നിട്ട് പോകും. റാബിറ്റ്സിന് വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ ഇലകൾ. എവർഗ്രീൻസൊക്കെ വിൻ്ററിൽ കുറച്ചൊക്കെ ഉണങ്ങി. എന്നാലും ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്പ്രിംഗ് ആയപ്പോൾ തളിർത്ത് വരുന്നുണ്ട്. കുറ്റിച്ചെടികളെല്ലാം തന്നെ നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഗ്രാസൊക്കെയാണുള്ളത്. ചെറി ബ്ലോസം ഈ വർഷം നല്ലതായിട്ട് പൂത്തില്ല. വിൻ്റർ അതിന് വളരെ മോശമായിരുന്നെന്നാണ് തോന്നുന്നത്. കാര്യമായ പൂക്കളൊന്നും തന്നെ ഉണ്ടായില്ല. നെയ്ബർഹുഡൊക്കെ കാണാൻ ഭംഗിയുണ്ട്.
എല്ലാവരും നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. പൈൻ ട്രീസും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ മൾബറി തളിർത്ത് വരുന്നു. കുറച്ചുകൂടെ സമയം ലോൺ മൂവിങ് ഒക്കെ ഒരു പ്രാവശ്യം നടന്നു. വിൻ്ററിൽ കുറേ ഡാമേജൊക്കെ ഉണ്ടായി. എങ്കിലും ഗ്രാസ് കാണാൻ തരക്കേടില്ല, നല്ല ഭംഗിയുണ്ട്. സ്പ്രിംഗ് ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. എല്ലാവരും ചെയ്ത് കാണും. ഇനി ചെടികളൊക്കെ വാങ്ങിച്ച് നടണം. ഇപ്രാവശ്യം നടണോ വേണ്ടായോ എന്നുള്ള ആലോചനയിലാണ്. എന്നാലും കുറച്ചൊക്കെയെങ്കിലും നടണമെന്ന് വിചാരിക്കും. ഭാഗങ്ങളിലായിട്ട് ഗാർലിക് വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് കാണാതെ കിടന്നതാണ്, അതിപ്പോൾ കിളിച്ചു വരുന്നു. അത് നല്ല കാര്യമായി. പുല്ലുവെട്ടുകാർ കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു, എന്നാലും കുറച്ച് നിൽപ്പുണ്ട്. സ്റ്റെമോണിയൻസ് ഒക്കെ ധാരാളം കിളിച്ചു വന്നിട്ടുണ്ട്. നല്ല ലീഫാണ്, ഹെൽത്തി ലീഫായിട്ട് കിളിച്ചു വന്നിട്ടുണ്ട്. ഇനിയും വെട്ടാനിരിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടാണ് കിളിച്ചു വരുന്നത്. ഇടയ്ക്ക് ധാരാളം ലീവ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പുള്ളി ചെയ്യേണ്ട പണികളൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സ് വെതർ അപ്പ് ആൻഡ് ഡൗൺ ആയതിനാൽ ചെടികൾക്കൊക്കെ ഒരു മാറ്റം. ഏർലി സ്പ്രിങ്ങിൽ പൂവിടുന്ന ബൾബ്സാണിത്. അപ്പ് ആൻഡ് ഡൗൺ ആയുള്ള വെതർ നിമിത്തം ഫ്ലവേഴ്സിൻ്റെ ഭംഗി കുറഞ്ഞു വരുന്നുണ്ട്. ഹെവി വിൻ്ററിൽ മരങ്ങൾ ധാരാളം ഉണങ്ങിപ്പോയി, എല്ലാം പൊടിഞ്ഞു കിടക്കുന്നു. സ്പ്രിംഗ് ടൈമിൽ മരങ്ങളെല്ലാം തളിർത്തു വരുന്നു. hibiscus.